ടി വിപുരം ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിൽ നിന്നും 16 ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോയതിൽ ദുരൂഹതയെന്ന് ആരോപണം. 2025 ഒക്ടോബർ മാസം പ്രവർത്തനാനുമതിയില്ലാതെ ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയ പൊതുശ്മശാനത്തിൽ 16 സിലിണ്ടറുകളാണ് മോഷണം പോയത്. എന്ന് മോഷണം നടന്നു എന്നതിനെക്കുറിച്ച് പഞ്ചായത്ത് അധികാരികൾക്ക് യാതൊരു ധാരണയുമില്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് തൊട്ടു മുമ്പായി വളരെ വലിയൊരു ഉദ്ഘാടന മാമംഗം നടത്തിയാണ് പൊതുശ്മശാനം ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ വേണ്ടത്ര രീതിയിലുള്ള മെഷീനുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതി ലഭിക്കാതെയാണ് അന്ന് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ട് ഉദ്ഘാടന പരിപാടി നടത്തിയത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 19 കിലോയിലധികം തൂക്കമുള്ള 16 കൊമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടർ വിപുരം ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. ഈ നഷ്ടപ്പെട്ട വിവരം പഞ്ചായത്ത് കമ്മിറ്റി പൊതുസമൂഹത്തെ അറിയിക്കുകയോ പഞ്ചായത്ത് യോഗത്തിൽ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ഈ വിഷയം മൂടിവെക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ സ്വീകരിച്ചത്. അവിടെ CCTV പുതിയതായി ഇൻസ്റ്റാൾ ചെയ്ത CCTV പ്രവർത്തന സജ്ജമല്ല എന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ട്. അതുപോലെ തന്നെ അവിടെ സ്ഥാപിച്ച മിഷനറികൾ കാട് കയറി നശിക്കുന്ന രീതിയിൽ. ഹരിതകർമ്മ സേനാംഗങ്ങൾ സമീപത്തുള്ള MCF മുറി തുറക്കാൻ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ശ്മശാനത്തിൻ്റെ മുറിയുടെ പൂട്ട് തകർത്തതായി കണ്ടതോടെയാണ് മോഷണ വിവരം പുറം ലോകം അറിയുന്നത്. സിലിണ്ടറുകൾ സൂക്ഷിക്കുന്ന വിവരം ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും മാത്രം അറിവുള്ളതായിരിക്കെയാണ് മോഷണം നടന്നത്. മോഷണ വിവരം അറിഞ്ഞിട്ടും അതിനുശേഷം നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയോ വിവരം ജനപ്രതിനിധികളെ ധരിപ്പിക്കുകയോ ചെയ്യാതിരുന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മോഷ്ടാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നു. 93 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ശ്മശാനം നിലവിൽ കാട് കയറി നശിച്ച് ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ജനറേറ്റർ മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലാണ്. പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഈ ശ്മശാനം ഭരണസമിതിയുടെ അനാസ്ഥ മൂലം നശിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, വൈക്കം ഡെയിലി ന്യൂസ്.